എന്നാലും എൻ്റെ ഭാര്യ കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ എനിക്ക്. വലിയ നടിമാരും ചിലപ്പോൾ കാണാം. ഇല്ല, നടിമാർ എവിടെ കിടക്കുന്നത്, എൻ്റെ ഭാര്യ എവിടെ കിടക്കുന്നത്. ഭാര്യ തന്നെയാണ് എനിക്ക് വരുത്. ശരിക്കുള്ള പേരെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരി എണ്ണൻ്റെതാണ്. വരി ഇറക്കുന്ന എണ്ണയും വരി എണ്ണ. അത് ഞാൻ മറ്റേ തങ്കമണി മൂവിയിൽ ഞാൻ പറഞ്ഞ ആറാട്ടണ്ണൻ്റെയും ചെകുത്താൻ്റെയും അലൻ ജോസ് പെരേരയുടെയൊക്കെ മൂലത്തിൻ്റെ വരി ഇറക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് വരി എണ്ണ എന്നാണ് ശരിക്കും എല്ലാവരും മൂല എണ്ണൻ വരി എണ്ണ കമൻറ്റ് ഇഷ്ടംപോലെ ഞാൻ കാണാറുണ്ട്. പിന്നെ വൈറലാവാനായിട്ട് കൂടെയാണ്. അപ്പം ഒരു ആദർശികമായി വന്ന ആറാട്ട് സിനിമ വഴിയാണ് ഫേമസ് ആയത്. അതെ. പക്ഷേ ഈ അലൻ ജോസ് ഒക്കെ നമുക്കൊരു ബോധപൂർവ്വം തന്നെ പുള്ളി കാണിക്കുന്ന കാര്യങ്ങളിലാണ് ഇങ്ങനെ വൈറലാവാൻ കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവമാണോ പിന്തുടർന്ന് പോകുന്നത് എന്തായാലും? അതെ, അതാണ് പബ്ലിസിറ്റി തന്നെയാണ്. അങ്ങനെ നമുക്കും ചെയ്യാനറിയാം. അപ്പോൾ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാനൊരു കലാകാരനാണ്. അപ്പോൾ നമ്മൾ നല്ലതൊന്നും ചെയ്തിട്ടൊന്നും ആരും അംഗീകരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർക്കൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ എനിക്കൊന്ന് ചെയ്തുകൂടെ. ആദ്യം നമ്മൾ കാണുന്നത് മലക്കോട്ടെ വാലിബൻ അല്ലേ? ആ ഒരു സിനിമയുടെ തിയേറ്റർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ആറാട്ടണ്ണൻ്റെ വീഡിയോ ഒക്കെ കാണുമായിരുന്നു. അപ്പം എങ്ങനെ പുള്ളിയുടെ എങ്ങനെ ദേഷ്യം തോന്നിയത് എന്തുകൊണ്ടായിരുന്നു? അല്ലെങ്കിൽ ആ ഒരു വികാരം തോന്നിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. പിന്നെ കടുത്തൊരു ലാലേട്ടൻ ആരാധകനാണ്. മമ്മൂക്കേനെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ. അവർ മൂന്നരം കട്ട ഫാനാണ്. അപ്പോൾ ഈ ലാലേട്ടൻ്റെ ആറാട്ട് എന്നുള്ളൊരു മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഈ ആറാട്ടണ്ണൻ എന്നുള്ളൊരു പേര് വരുന്നത്. ആറാടുകയാണ് എന്ന് ആറാട്ടെന്ന ഒരു സന്തോഷം അറിയുന്നതാണ് ആറാട്ടെന്നൊരു പേര് വന്നത്. അപ്പോൾ പുള്ളി ലാലേട്ടൻ്റെ പടം ഇറങ്ങിയതിന് ശേഷമാണ് പുള്ളിനെ ഈ ലോകം മൊത്തം അറിഞ്ഞു തുടങ്ങി. പിന്നെ പുള്ളി അങ്ങ് വൈറലായതിന് ശേഷം പുള്ളി പിന്നെ ലാലേട്ടനെ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. ലാലേട്ടൻ ഫ്ലോപ്പാണ്, ലാലേട്ടൻ അഭിനയം നിർത്തിപ്പോണം, എന്നിട്ട് പുള്ളി നേരെ വീട്ടിൽ പോയെന്നാണ് റിവ്യൂ പറയുന്നത്. ഇതാണ് പുള്ളിയുടെ സ്വഭാവം. അപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മളെ തിരുവനന്തപുരത്തുകാരല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പറയണമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. വീഡിയോയിൽ പറയുണ്ടായിരുന്നു ആറാട്ടണ്ണൻ എൻ്റെ കൈ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അടിക്കും, അല്ലെങ്കിൽ പുള്ളി എനിക്കൊന്ന് കാണണമായിരുന്നു. അപ്പം അറിയില്ലായിരുന്നോ പുള്ളിക്കാരൻ കൊച്ചിയിലാണ്, അല്ലെങ്കിൽ ആറാട്ടണ്ണൻ കൊച്ചിയിലാണ് ഉള്ളതെന്ന് അറിയില്ലായിരുന്നോ? അറിയായിരുന്നു, കൊച്ചിയിലാണെന്ന് അറിയാം. വിനീത തിയേറ്ററിലാണ് പുള്ളി മൂവിയാണ് വരുന്നതെന്ന് അറിയായിരുന്നു. അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത് കവാലടിച്ച് പൊട്ടിക്കെന്ന് പറഞ്ഞത്. നമ്മൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലേ അങ്ങേര് കൊച്ചിയിലുള്ള ആളാണ്, തിരുവനന്തപുരത്ത് വന്നിട്ട് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ കാണാൻ പറ്റും, ഇവിടെ എങ്ങനെ തിരുവനന്തപുരത്തുള്ള തിയേറ്ററിൽ പുള്ളിക്കാരൻ വരും എന്നൊക്കെ ഒരുപാട് കമൻസ് വന്നായിരുന്നു. അത് ഇപ്പോൾ ഞാൻ പറയാം, അതിന് ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് റിവ്യൂവിൽ വന്ന് പറഞ്ഞത്. അതെ, ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളീനെ ഞാൻ നേരിട്ട് പോയി കണ്ടിരിക്കും, കാണുകയും ചെയ്യും, ഞാനത് പ്രവർത്തിക്കുകയും ചെയ്യും. കൊച്ചിയല്ല ഇനി എവിടെ ആയിരുന്നാലും ശരി തന്നെ ഞാൻ പോയിരിക്കും. ഞാൻ വിനീത തിയേറ്ററിലെ ഒരു മൂവി കാണാൻ പോവുകയാണ്. പക്ഷേ ആറാട്ടെണ്ണ അറിയില്ല ഞാൻ പോണത്. പടം കണ്ട് ഇറങ്ങിയതിന് ശേഷം ആറാട്ടെണ്ണ അറിയുള്ളൂ. തിരുവനന്തപുരത്ത് എൻ്റെ അടുത്ത് വെല്ലുവിളിച്ചായിരുന്നു, നീ കൊച്ചിയിലോട്ട് ഓടാമെന്ന്, കൊച്ചിയിലെ പിള്ളേർ എനിക്ക് ഇറങ്ങിയതും. വെല്ലുവിളിച്ചായിരുന്നു. വന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരും. അത് ഞാൻ ഇപ്പം പറയുകയാണ്, എല്ലാവരുടെ മുമ്പ് കൂടെ പറയുകയാണ്, ഉറപ്പായിട്ട് ഞാൻ ആറാട്ടെണ്ണനെ കണ്ടിരിക്കും. അതിലൊരു മാറ്റവും. അതോടെ അവൻ്റെ കിറക്കെല്ലാം മാറും. എങ്ങനെ ഒരു കൊടുക്കണമെന്നുള്ള ചിന്ത വന്നത് ഈ മോഹൻലാലിനെ പറഞ്ഞുകൊണ്ട് മാത്രമാണോ അത്? ലാലേട്ടൻ അതെ ലാലേട്ടനെ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. ഒരു ലാലേട്ടൻ ഫാനാണെന്ന് പറഞ്ഞാണ് ഇയാൾ നടന്നത്. ഇയാൾ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഇയാൾക്ക് പരിചയമുണ്ട്. പിന്നെ മഞ്ജു വാര്യരോട് പ്രേമം, അത് നിത്യമേനോട് പ്രേമം. ശരിക്കും പറഞ്ഞാൽ അയാളൊരു കുണ്ടലാണ്, അങ്ങനെ പറയാൻ പറ്റൂ. ഇപ്പം മറ്റേ അലൻ ജോസ് പെരേര ഉണ്ടല്ലോ, അവ ഇപ്പം കണ്ടില്ലേ, ഒരു പെണ്ണിനെ കൊണ്ടുനടന്ന് ഇപ്പം ഭയങ്കരമായിട്ട് എനിക്ക് മാനേജറുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്തായി, അവസാനം പെണ്ണേസായില്ലേ. അല്ല എന്ത് പറയേ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഞാൻ കാണാൻ വിനീത തിയേറ്ററിൽ ഞാൻ പോയിരിക്കും. അതാണ് ഇതിങ്ങനെ പറയാൻ കാരണം ഈ മോഹൻലാൽ ഫാൻ എന്നുള്ള ആ ഒരു ഘടകമാണോ, അല്ല എനിക്കൊന്ന് വൈറലാവാം എന്നൊരു സാധനം ഉണ്ടോ ഇതിൻ്റെ ഇടയിൽ? മോഹൻലാൽ ഫാനായിട്ടും പറഞ്ഞതാണ്. പിന്നെ ഇതിപ്പോൾ നിലവിൽ ഈ മലൈക്കോട്ടെ വാലിബൻ, നമ്മുടെ ആവേശം, വർഷങ്ങൾക്ക് ശേഷം ഈ 3 സിനിമയുടെ റിവ്യൂ ആണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത്. പിന്നെ തങ്കമണി. അതെ, അതിലിപ്പം നിലവിൽ ഈ ഏഷ്യൻ ട്രിപ്പിലെ പല ചാനലുകളും തുപ്പലൻ എന്നൊക്കെയാണ് പേര്. കമന്റിലും ധാരാളം പലതരത്തിലുള്ള പേരുകളുണ്ട്. യഥാർത്ഥ പേരെന്താണ്, എന്താ ഇപ്പോൾ ചെയ്യുന്നത് നിലവിൽ? കമന്റ് ഇടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുകയാണ് ആദ്യം. ഇനി നിങ്ങൾ കമന്റ് ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു സംഭവം വന്നിട്ടുണ്ടോ? ഇങ്ങനെ പ്രതികരിച്ചതിൻ്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അത് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ട്, നീ എന്തിനൊക്കെ കാണിക്കുന്നതൊക്കെ ചോദിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്ന് തുപ്പലെന്നുള്ളൊരു പേരൊക്കെ വീണ് അങ്ങനെ ഇതൊക്കെ ന്യൂസിലൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ അവരാരും ഇപ്പം അങ്ങനെ വലുതായിട്ടൊന്നും പറയില്ല. ഇപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിലെല്ലാവരും അറിഞ്ഞു തുടങ്ങി. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി. അതെല്ലാം നിങ്ങളെപ്പോലുള്ള സഹോദരന്മാരുടെ ഒരു എന്താ പറയുക ഒരിതാണ്. ഏഷ്യനെറ്റ് ഇങ്ങനെ ഒരു പേരൊക്കെ ഇട്ട് തരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ നോർമൽ ഓൺലൈൻ മീഡിയാസ് ഒരുപാട് പേര് ഇത് വാർത്തയാക്കി അല്ലെങ്കിൽ വീഡിയോ ഇടുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ രീതിക്കുള്ള അതായത് സാറ്റലൈറ്റ് ചാനൽസ് ഒന്നും അധികം ഇട്ട് കണ്ടില്ലായിരുന്നു. ഏഷ്യനെറ്റ് ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഒരു പേര് വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്ത് തോന്നി ആ ഒരു ദിവസം? അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ചേട്ടാ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ പോകണം. ഞാൻ തലേ ദിവസം ഞാൻ ചെയ്തില്ല, ഞാൻ രാവിലെയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ പോയിരിക്കണം. അപ്പോൾ നേരത്തെ റിവ്യൂ പറഞ്ഞ 2 പയ്യന്മാരകത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അജു വർഗീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു അത് ശരി, എവിടെ ഇരിക്കുന്നത്? വർഷങ്ങൾക്ക് ശേഷം കാണാൻ എൻ്റെ ന്യൂ തിയേറ്ററിൽ പോയി. അപ്പോൾ അവിടെ അജു വർഗീസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പോയി കാണാൻ. ഞാൻ പറഞ്ഞു എനിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ മൂവി കണ്ട് നല്ല മൂവിയാണെങ്കിൽ ഞാൻ റിവ്യൂ പറയും, നല്ലതല്ലെങ്കിൽ ഞാൻ മുട്ടയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. മുട്ട ഞാൻ ഓൾറെഡി എൻ്റെ പോക്കറ്റിൽ എപ്പോഴും കാണും. അത് പുതിയൊരു സംഭവമാണ്. അത് നിങ്ങൾക്ക് തന്നെ അത് കാണാം, അത് എല്ലാവർക്കും കാണാം. അത് ഞാൻ പറഞ്ഞുതരും. അങ്ങനെ ഞാൻ പടം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. നല്ല മൂവിയായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ ഈ മിക്ക സിനിമകളിലും ഈ ചീത്ത പറഞ്ഞിട്ടുള്ള കോമഡികളാണ്, പക്ഷേ ഇത് സ്റ്റാൻഡേർഡായിട്ടുള്ള കോമഡികളാണ്. നല്ല മൂവിയായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല സിനിമയായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ഈ മീഡിയക്കാർ വന്നതും. പക്ഷേ അതിലൊരു ലേഡിയാണ് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസിലുള്ളത്. അവർ വന്നെടുക്കുക, ഞാൻ ലാലേട്ടൻ ഞാൻ അവിടെ അനുകരിച്ച് കാണിക്കുകയും ആറാട്ടനെ പറയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലാണ് ശരിക്കും പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസുകാരാണെന്നത്. പിന്നീട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നിന്നെ ഏഷ്യാനെറ്റിലെ കാണിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്നെ കാണിച്ചാൽ ഭയങ്കരമായിട്ട് ഒരു അതിശയമായിപ്പോയി. ഏഷ്യാനെറ്റിൽ അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അടുത്ത ഏരിയസ് ഫ്ലെക്സിൽ അവിടെ പൊതുവെ ഭയങ്കര ചൂടാണല്ലോ. പലരും കമന്റ്സിൽ താഴെ ഉണ്ട്, ഇപ്പൊ ചൂടായതുകൊണ്ടായിരിക്കും ഷർട്ടൊക്കെ പുള്ളിക്കാരൻ കറക്കി ആഘോഷം. അത് നമ്മുടെ ഫഹദ് ഫാസിലാണെന്നുണ്ടല്ലേ, അയാളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ജട്ടിയിൽ വേണമെങ്കിൽ നിന്ന് അഭിനയിക്കും. അതാണ്, അല്ല ഞാൻ കുറ്റം പറയുന്നതല്ല, നല്ലൊരു കലാകാരനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ്. പുള്ളിയുടെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം കണ്ടതിന് ശേഷം നിങ്ങൾ ആ പടം കണ്ടു, കണ്ടവർക്കറിയാം ആ പടം എങ്ങനെയാണെന്ന്. അതിൽ നമ്മുടെ ഫസലിക്ക ഷർട്ട് ഊരിയിട്ട് കണ്ണാടിയൊക്കെ വെച്ച് വരുന്നൊരു സംഭവമുണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് കൂടുതലുമായിട്ട് എനിക്ക് ആവേശം കയറിയപ്പം എല്ലാവരും ചെയ്യുന്നു, ഞാൻ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച്. സ്വാഭാവികം ഞാനങ്ങ് ചെയ്ത്. എനിക്ക് എപ്പോഴും നാണമെന്ന് തോന്നിയില്ല. ഞാനൊരു കലാകാരനാണ്, എന്തുവാണെങ്കിലും ചെയ്യും, എനിക്കൊരു നാണക്കേടുമില്ല. ഇനി പുതിയ വെറൈറ്റികളായിട്ട് വരണമെന്നാണ് ഒരുപാട് ആഗ്രഹം. ഇനിയിപ്പോൾ വരുന്ന സിനിമകളിലെ ആ ഒരു നായകൻ്റെയോ അല്ലെങ്കിൽ അതിൽ ലീഡ് റോൾ ചെയ്യുന്ന ആളുടെ ഒരു എങ്ങനെ കോസ്റ്റ്യൂമിലോ അല്ലെങ്കിൽ ഒരു അപ്പിയറൻസിലോ ആയിരിക്കും ഇനി റിവ്യൂ പറയാനൊക്കെ വരുന്നത്? അതെ, തീർച്ചയായും. ഞാൻ ആടുജീവിതം മൂവി കാണാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അതേ കോസ്റ്റ്യൂം ഇട്ടാണ് പോയത്. പക്ഷേ അവിടെ ഇതിന് മീഡിയക്കാരും വന്നില്ലായിരുന്നു. അങ്ങനെ കുറേ പേർ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോയായിരുന്നു. ഞാൻ ആ ഒരു സംഭവത്തോടു കൂടെ ഞാൻ പോയത്. പക്ഷേ ഇനിയുള്ള മൂവികൾ ബ്രോ പറഞ്ഞതുപോലെ ആ ഒരു വേഷത്തിൽ പോകാനുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. സാരി കൊടുത്തെങ്കിൽ സാരി കൊടുത്ത് പോവും. എങ്ങനെയാണ് അവർ കോസ്റ്റ്യൂം ഇടുന്നത് ആ കോസ്റ്റ്യൂമിൽ പോകാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. അത് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള പരിപാടികൾ കാണാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിപ്പോൾ അശ്വന്ത് ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ അതൊക്കെ ഒരു കോമാളിത്തരം പറ്റും, അതൊരു വെറുപ്പായിട്ടൊക്കെയാണ് സിനിമാ ലോകമെല്ലാം കാണുന്നത്. പക്ഷേ ധാരാളം പോസിറ്റീവ് കമൻറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടോ? ഞാൻ ചെയ്യുന്ന വഴി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ? ഇപ്പോൾ ആൾക്കാർ നെഗറ്റീവ് ചിന്തിക്കാനുള്ള പേടി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരു പേടിയില്ല. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് ആരെയും ഒരു പേടിയുമില്ല. ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. എന്നോളം മറ്റാൾക്കും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നിലവിൽ എറണാകുളത്ത് ഇപ്പം 1-2 അണ്ണന്മാർ, ആറാട്ടെണ്ണം, അതേപോലെ കുറേ ആൾക്കാരുണ്ട്. ട്രിവാൻഡ്രത്ത് ഈ ഒരു അമേസിംഗ് എണ്ണം വന്നായിരുന്നു, അറിഞ്ഞായിരുന്നു പുള്ളിയെ പറ്റി? അറിഞ്ഞായിരുന്നു. അപ്പോൾ അടുത്തൊരു പ്രചോദനം ആയായിരുന്നു അമേസിംഗ് അണ്ണൻ. അത് നമ്മളിപ്പോൾ എറണാകുളത്താണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആറാട്ടണ്ണൻ, അണ്ണൻ, ജയിലർ അണ്ണൻ, ഒരുപാട് അണ്ണന്മാർ കൊച്ചി ചുറ്റുപാട് നോക്കി ആണ്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ അധികം ആൾക്കാരെല്ലാം റിവ്യൂവേഴ്സിന് അധികം കണ്ടുവരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു അമേസിംഗ് അണ്ണനാണ്
ആദ്യമായിട്ട് വന്നത് ട്രിവാൻഡ്രത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി കൊച്ചിയിൽ പോയി വീണ്ടും അവിടെ തന്നെ ഒന്ന് ഇതായത്. അപ്പോൾ ഇവിടെ ഇനി തിരുവനന്തപുരത്ത് തന്നെ കാണുമോ, അതോ ഇനിയിപ്പം മൊത്തമായിട്ട് ഇനി വേര് കൊച്ചിയിലോട്ട് അങ്ങോട്ട് സ്ഥിരമായിട്ട് അങ്ങോട്ട് മാറും? ഞാനാണോ? അപ്പോഴും വീണ്ടും ഇവിടെ തിരുവനന്തപുരത്ത് ആളില്ലാതെ വരും, പുതിയ ആൾക്കാർ പ്രതീക്ഷിക്കും അല്ലേ? ഞാൻ ആറാട്ടെണ്ണനെ കാണാനായിട്ട് ഞാൻ പോകും. അത് എൻ്റെ ഒരു അത് എന്തായാലും ഞാൻ പോയിരിക്കും. അതെൻ്റെ ഒരു വാക്ക് ഞാനത് പാലിക്കണം. ദേശത്തോടെ പോയിട്ട് അണ്ണനെ കണ്ടു കഴിഞ്ഞാൽ അണ്ണ ഒരു ഹഗ്ഗൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അണ്ണൻ്റെ കൂടെ ഒരു കമ്പനി ഇപ്പം പലരും അങ്ങനെയാണ്. ജയിലർ അണ്ണൻ ഇവരെല്ലാവരും ആദ്യം ഇവരെയൊക്കെ വിമർശിച്ചും കുറ്റപ്പെടുത്തിയൊക്കെ ഇരുന്നവർ ഇവരെ കണ്ട് പിന്നെ ഒരു കെട്ടിപ്പിടുത്തം ഒരു എന്താ പറയാ ഒരു സ്നേഹം ആ രീതിയിലാണ് പിന്നെ അങ്ങോട്ടെല്ലാം പോയത്. ഈ പറഞ്ഞു പോകുന്ന പോലെ ആയിരിക്കില്ല അവിടെ പോയി പ്രവർത്തിക്കുന്നത്. അപ്പം ഇതും അങ്ങനെ പോയി കാണുമ്പോൾ ആ ദേഷ്യമെല്ലാം പോയി നിങ്ങളൊരു ഫ്രണ്ട്സ് ആവാൻ രീതിയിലൊക്കെ പോകുന്നുണ്ടോ? അതങ്ങനെ അത് സ്വാഭാവികമാണ്. അത് സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിൽ അപ്പോൾ എന്താണ് തോന്നുന്നത് അതവിടെ നമ്മുടെ കാര്യം. എന്തായാലും ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യും, അതിൽ മാറ്റമൊന്നുമില്ല. കാര്യം എൻ്റെ അടുത്ത് എന്നെ കൊച്ചിയിൽ വന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. ആറാട്ടെണ്ണനെ അപ്പോൾ വരിയും നമ്മൾ ട്രിവാൻഡ്രത്ത് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ആ ഒരു പേടിയില്ല, നമ്മളെ സ്ഥലമല്ല, അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അപ്പം എന്തിനു പേടിക്കുന്നത്? നമ്മുടെ കേരളമല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. ഗില്ലിൽ വിജയ് പറഞ്ഞപ്പോൾ എൻ്റെ ഏരിയ അണ്ണൻ കിങ് ആ സംഭവം. പിന്നല്ലാതെ അണ്ണൻ്റെ പടം ഇറങ്ങാൻ കാത്തിരിക്കുകയാണ്. പിന്നല്ലാതെ എനിക്കൊരു പേടിയില്ല. ഞാൻ ചെല്ലണത് അയാൾ അറിയില്ല, അതാണ് ആരും അറിയില്ല. അത് പിന്നീട് മീഡിയ വരുമ്പോഴേ അറിയാൻ പറ്റൂ. ഈ കലാകാരൻ എന്ന് പറഞ്ഞിരുന്നു, എന്ത് മേഖല, എന്ത് രീതിയിലാണ് അത്? ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ മടുത്തു. പിന്നെ മിമിക്രി ചെയ്യും, പിന്നെ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ആൽബം പിന്നെ ഒരു ഷോർട്ട് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലക്ഷ്യം സിനിമ തന്നെയാണോ? അപ്പോൾ എന്തായാലും സിനിമയുടെ ആഗ്രഹമൊക്കെ ഉണ്ട്. ആ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഇതൊക്കെയാണ് ഇഷ്ടം. ഈ ആറാട്ടൻ ഓരോ നടിമാരെ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഓരോ സിനിമയിലെ നായികമാർ വരുമ്പോൾ അവരോട് ക്രഷ് തോന്നി, അല്ലെങ്കിൽ ഇഷ്ടം തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഓരോ ദിവസം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് പുള്ളിയുടെ അത്രയും പേരെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? കേസനാവ് അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സംഭവം. പുള്ളിയുടെ പരിപാടി എന്നറിയാമോ? ശരിക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്നത് അവന് മെമ്മറിയുള്ള ഒരാളാണ്. തികച്ചും അവനൊരു കോമാളിയാവുന്നത്, ഈ സമൂഹത്തിലുള്ള ഒരു കോമാളിയായി വൈറലായിട്ട് ഉള്ള പരിപാടിയാണ്. അവന് അങ്ങനെ കയറിയുള്ള പരിപാടി. ബുദ്ധിരാക്ഷസനാണ്, ശരിക്കും അവരൊരു ബുദ്ധിരാക്ഷസനാണ്. അവനെല്ലാം അറിയാം, അവനെല്ലാ കാര്യങ്ങളും ബുദ്ധിരാക്ഷസനാണ്. അതുപോലെ തന്നെ ആറാട്ടണ്ണൻ ഇപ്പോൾ ഓരോരോ നടിമാരുടെ പ്രണയം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ പറയുമ്പോൾ പുള്ളി കൂടുതൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും പുള്ളിയാണ്. അതൊക്കെ അവരുടെ ഒരു ഐഡിയ ആണ്. ഇപ്പം തന്നെ അവർ വന്നിട്ട് 2 വർഷമായി ലൈം ലൈറ്റിൽ നന്നായിട്ട് തന്നെ പൊക്കോണം. നന്നായിട്ട് പോയിക്കൊണ്ട് ചിലവർ വന്ന ഉടൻ തന്നെ വീണ്ടും ഡൗൺ ആയിട്ട് പോകണം. അപ്പോൾ ഞാൻ തുടങ്ങിയത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും. കൊച്ചി അങ്ങനെയുള്ള മേഖലയൊന്നും എനിക്ക് വേണ്ട. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കൊച്ചിയിലോട്ട് പോകും, അല്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ കാണും. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരാൾ വേണ്ടേ? കഴിയുമ്പോഴേ അവിടെയുള്ള അണ്ണന്മാരെല്ലാം കൂടെ ചേർന്ന് അണ്ണാ നിങ്ങളിവിടെ നിന്നേ പറ്റും, നിങ്ങളും കൂടെ വന്നാലേ നമുക്ക് ഇവിടെ ഒരു ശക്തിയുള്ളൂ, ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ടാക്കണം ഇല്ലേ പറയുവാണെങ്കിൽ, വലിയൊരു ഓഫർ വെക്കുവാണെങ്കിൽ. ഇല്ല എനിക്ക് തിരുവനന്തപുരം മതി. പക്ഷേ വീഡിയോ എല്ലാവരിലും എത്തും. അപ്പം പിന്നെ ഒരു മാറ്റി പറഞ്ഞ ഒരു അവസ്ഥ വന്നാൽ അപ്പോൾ ഇത് പൊങ്ങി വരും, സ്റ്റാറ്റസ് ആയിട്ട്. അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലിപ്പോൾ ഞാൻ ആലോചിച്ച കാര്യമാണ്. അത് സ്വാഭാവികമാണ്. അത് സ്വാഭാവികമാണ്. അത് ഇനിയുള്ള കാലം എന്താണെന്ന് എനിക്ക് അറിയില്ല. അത് സ്വാഭാവികം. അപ്പം നിലവിലൊരു ആഗ്രഹം മാത്രമാണ് ട്രിവാൻഡ്രം നിൽക്കുക എന്നുള്ള ഒരു സംഭവമല്ലേ? ട്രിവാൻഡ്രത്ത് നിന്നല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്നാൽ പോരെ. അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെയുള്ള നമ്മൾ അമേസിങ് എണ്ണ ഇവിടെ ഉണ്ട്, ഇപ്പോൾ തുപ്പലെണ്ണ, ഇനി ഒരുപാട് അണ്ണന്മാരെ ഇവിടെ ഈ അവിടുത്തെ ഒരു കൊച്ചിയിലുള്ള ഒരു ബെൽറ്റോ അല്ലെങ്കിൽ എന്തോ പറയാം ഒരു കൂട്ടായ്മ, അതുപോലെ ഇവിടെ തുടങ്ങാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഇവിടെ തീർച്ചയായും അത് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഉണ്ട്. അത് ഇനി ഇത് കണക്ക് അടുത്തൊരു ബിഗ് ബോസ് സീസണിൽ ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, അതിൽ ആ കൂടെ അഭിനയിച്ച പെൺകുട്ടി, ഇതുപോലെ ജയിലർ അണ്ണൻ, തുപ്പലണ്ണൻ, നമ്മുടെ അമേസി അണ്ണൻ, പിന്നെ വേറെ അതായത് ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള ആൾക്കാർ എല്ലാവരെയും കൂടെ എടുത്തൊരു ബിഗ് ബോസ് തുടങ്ങുവാണെങ്കിൽ അതിൽ നിന്നൊരു വിളി വരുവാണെങ്കിൽ പോവോ? തീർച്ചയായും പോയിരിക്കും. അതെല്ലാം മേളിലിരിക്കുന്ന ആളല്ലേ തീരുമാനിക്കുന്നത്. അത് തീർച്ചയായിട്ടും പോയിരിക്കും.
വിളി വന്നാൽ. അങ്ങനെ പോകാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ട് എന്തായാലും. ആഗ്രഹം ചേട്ടാ, എനിക്ക് ഇപ്പം അതിലോട്ടൊന്നും കയറി പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇപ്പം ഞാൻ കൊണ്ട് നടക്കുന്നില്ല. ഇപ്പം എൻ്റെ പരിപാടി ഇതാണ്, ഞാൻ റിവ്യൂ പറയും. പിന്നെ മുന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു അതിനനുസരിച്ച് പോകും. ഒരു അവസരം വന്നാൽ എന്തായാലും താല്പര്യമാണ്. അവസരം വന്നു കഴിഞ്ഞാൽ താല്പര്യമുണ്ട്. പോയ കപ്പടിക്കോ? അതറിയില്ല. അവിടെ പോയി നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യും, മാക്സിമം ട്രൈ ചെയ്യും. അല്ലാതെ പോയി കഴിയുമ്പോൾ ഒരു ലവ് ട്രാക്ക് അങ്ങനെ ഒരു സാധനം അങ്ങനെയൊക്കെ പിടിച്ച് പോവോ? കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ കുടുംബജീവിതത്തിലും കൂടെ അത് ബാധിക്കത്തില്ലേ? അത് എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. നമ്മൾ ഏത് പെണ്ണിനെ നമ്മൾ കണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എൻ്റെ അടുത്തേ വരുള്ളൂ. അപ്പോൾ ആ ഒരു വാക്ക് എൻ്റെ തോന്നണം, എൻ്റെ ഭാര്യ അല്ലാതെ എനിക്ക് മറ്റൊരു പെണ്ണിനെ വേണ്ട. എൻ്റെ ഭാര്യ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്, എൻ്റെ മക്കളും. പക്ഷേ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ മനസ്സാണ് എപ്പോഴാണെങ്കിലും. ഇല്ല ഒരിക്കലും ഇല്ല. കാര്യം നമുക്കൊരു മനുഷ്യന് എന്ത് വേണമെങ്കിലും സംഭവിക്കുമല്ലോ. ആ ഒരു സമയത്ത് എൻ്റെ ഭാര്യ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവൾ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത്. അത് ഞാൻ പോവില്ല. തെറ്റ് ചെയ്യാത്ത ആണുങ്ങളില്ല, ഇല്ലെന്ന് പറയുന്നില്ല.